ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് മോർണിംഗ് വ്ളോഗ് അല്ല കേട്ടോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ മോർണിംഗ് വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഈവനിങ് വ്ളോഗ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം 5 മണി ആവാറായിട്ടുണ്ട്. അനു ക്ലാസ്സിന് പോയിട്ട് എത്തിയിട്ടില്ല. പിന്നെ ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ. രാത്രിക്കത്തേക്ക് മഴ പെയ്യും എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇന്ന് എന്താ പറയുക, പിന്നെ മോനൂസ് ഇന്ന് ക്ലാസ്സിൽ ചുമ കാരണം പോയിട്ടില്ല. പിന്നെ അവന് ഭാരസഭ്യം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് അതൊന്നും പറഞ്ഞയച്ചിട്ടില്ല സ്കൂളിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് എന്നൊക്കെ പറയണതൊക്കെ ഇന്നിപ്പം ഏട്ടനൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കൊക്കെ ഇന്ന് അടുക്കളയിൽ കയറാൻ പറ്റാത്ത അവസ്ഥ അതിനെക്കൊണ്ട് ഏട്ടനാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇനി വൈകുന്നേരത്തിന് എന്താണ് ഒന്നും അറിയില്ല. ഇന്ന് ആൾ ഷെഡ് പോയിട്ടില്ല. മോനൂസിൻ്റെ സൈക്കിളിന്മേൽ കാര്യമായിട്ട് പണിയിലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ മോനൂസിൻ്റെ സൈക്കിളിന് പറഞ്ഞാൽ. അപ്പോൾ അവൻ കുറേ ദിവസമായി പറയുന്ന ബ്രേക്ക് ഇല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ടയർ പഞ്ചറാണ്. അപ്പോൾ അതൊക്കെ കൂടി ഇന്ന് ലീവായപ്പോൾ ഇന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടൻ അതിനായിട്ട് മെനക്കെട്ട് നിൽക്കണുണ്ട് കേട്ടോ. അടുക്കളയിലൊക്കെ പണി ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ വൈകുന്നേരം ഇപ്പം 5 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ചായക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പക്ഷേ ചായയൊക്കെ എന്താ കിട്ടുമോ എന്താ ഒന്നും അറിയില്ല. കിട്ടിയാൽ കുടിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ മോനൂസാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഇവിടെ കാവൽ നിന്നുങ്ങാണ്ട് പണിയെടുപ്പിക്കാമെന്ന് പറയില്ല, അങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ സൈക്കിളിന് അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഓനൊപ്പം ഇരുന്നുങ്ങാണ്ട് പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ കള്ളന് പിന്നെ എനിക്ക് അവിടെ കേട് ഇവിടെ കേട് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അച്ഛനെന്ന് കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മൊത്തം പണിയെടുപ്പിക്കാമെന്നോ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ സൈക്കിളിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഗായ്സ്. പിന്നെ നമ്മളിത് ചായ കുടിക്കാൻ പിന്നെന്താ ചായക്ക് ഞങ്ങൾക്ക് കടി തന്നിട്ടുള്ളതാണ്. അതൊരു ഇതില്ലേ, എന്താ പറയുക, പൂളക്കിഴങ്ങ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് പൊരിച്ച എന്താ മോനെ പറയുക, കപ്പ ചിപ്സ്. അപ്പോൾ അതാണ് നമുക്ക് ചായക്ക് കടി കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കമ്പനിക്ക് അനു ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും പിന്നെ ഫ്രീ ആണ്. അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ അതാ ഓള് സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ ശേഷം അച്ഛന് പിന്നെ നൊങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നെയാണ് ഓള്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല, ഒക്കെ ആകെ ഒരു കഥയിലെ പരിപാടിയും കഴിയുന്നു. അപ്പോൾ അതാ അനുവിന് രാവിലത്തെ ചായക്കടി കൊടുക്കാൻ വേണ്ടി കറീൻ്റെ ചട്ടിയൊക്കെ അങ്ങനെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എളുപ്പത്തിന് മൂപ്പര് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് രാത്രി ഇതാ കറിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ഏട്ടൻ കറി വെക്കാനൊക്കെ ഉള്ള പരിപാടിയിലാണ്. മോനൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോറിയ പാത്രങ്ങളൊക്കെ സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. വീതനേമിലൊക്കെ കയറി നിന്നാണ്ടാണ് വെക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അപ്പോൾ ഏട്ടതാ കാര്യമായിട്ട് പരിപാടി. സമയം 8:30 ആയി തുടങ്ങിയെന്ന് കേട്ടോ. ചിക്കനാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞായറാഴ്ച ചിക്കൻ കൊണ്ടുവന്നതിൻ്റെ ബാക്കി കുറച്ച് പാർട്സും കുറച്ച് ചിക്കൻ്റെ പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിട്ടിട്ട് ചെറിയ തോതിലൊരു കറി വെക്കാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുക്കുകയാണ്. ഇനി എപ്പോഴാണോ എന്താണാവോ ചോറൊക്കെ കഴിക്കണം, നേരെ ഒന്നും അറിയില്ല. കിട്ടുമ്പോൾ കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ ഗൈസ്. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമുക്കിതാ ചിക്കൻ്റെ കറിയൊക്കെ ഗ്യാസുമ്മേലായിട്ടുണ്ട്. ഇനി വെന്താ കഴിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കേ, ബൈ.